ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, ജേണി വിത്ത് ജസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റിൻ ജോസ്. നമ്മളിന്ന് കാണാൻ പോകുന്ന കാഴ്ചകൾ ഒരു സ്ട്രോബെറി ഫാമാണ്. അപ്പോൾ ഫാമേഴ്സ് മാർക്കറ്റ് പോലെ തന്നെ സ്ട്രോബെറി ഫീൽഡിൽ വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഗുണമാണുള്ളത്. സ്ട്രോബെറിയുടെ വില കുറവായിരിക്കും, അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനാണ് ഇന്ന് പോകുക. അതേപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നിച്ച് സ്ട്രോബെറി ഫീൽഡിലേക്ക് പോകാം. നമ്മളങ്ങനെ സ്ട്രോബെറി ഫാമിൽ വന്നിട്ട് ആദ്യത്തെ സ്ട്രോബെറി പറിക്കാൻ പോവാണ്. നല്ല ചെറിയ ചെറിയ സ്ട്രോബെറി പറിക്കാം അല്ലേ. ആദ്യം ഇതിനെ കൊണ്ട് തുടങ്ങാം. ഇതിൽ നിറച്ചും ഇങ്ങനെ സ്ട്രോബെറികൾ, കാരണം പറിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, അടിപൊളി അല്ലേ. ഓരോന്നും ഓരോ ഷേപ്പിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ചെറുതാണ്, കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് തോന്നുന്നു. എല്ലാം പഴുത്തിപ്പുണ്ട്. അടുത്ത് വരുവാണെങ്കിൽ ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് ഈ സ്ട്രോബെറിയുടെ മൂഡ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ചെറിയ തൈകൾ കണ്ടോ. ഇവിടെ ചെറിയ കായ് ഇങ്ങനെ വരുന്നുണ്ട്, പൂ വിരിഞ്ഞിട്ട് കായായി വരുന്നു. അപ്പോൾ ഇത് പഴുത്തതാണ്. ഇവിടെ ഇങ്ങനെ പച്ചയുണ്ട്, ഇതിൻ്റെ ചെറുത് കണ്ട് ഇതിങ്ങനെ പഴുത്ത് വരുന്നേ ഉള്ളൂ. ഇവിടെ പഴുത്തമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല രീതിയിലാണ് ഇതിൻ്റെ മൂട്ട് വരുന്നത്. നമ്മളിത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണിത്. ഓരോന്നായിട്ട് ഇങ്ങനെ പഴുത്ത് നോക്കി നമ്മൾ എടുക്കുന്നു. ബാക്കി ഇനിയിപ്പം പഴുക്കാനുള്ളതൊക്കെ നമ്മളവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ അതിനി അടുത്തൊരു റൗണ്ടിൽ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കിട്ടും. അടുത്തൊരു സീസൺ ആകുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. കുറേ വേണം നമുക്ക്. അതുകൊണ്ട് തീരെ ചെറിയ സൈസിലുവരെയുണ്ട്. ഇത് നല്ല പഴുത്താണ്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ കേട്ടോ, അടിപൊളി. പൊളിയൊന്നുമില്ല, നല്ല ചെറിയൊരു മധുരം, അടിപൊളി. അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്ക് ചെറുതെ കഴിച്ചുകൊണ്ട് നമുക്കങ്ങ് പറിക്കാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഈ റോയിലാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ അപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്. അവർ പറയും നമ്മളോട് എവിടെ പോകേണ്ടതെന്ന്. അപ്പോൾ ആൾക്കാരെയും അവരിങ്ങനെ ഓരോ റോയിലേക്ക് മാറ്റി മാറ്റി വിടും. അപ്പോൾ നമ്മൾ ഈ റോയിൽ അങ്ങോട്ട് മുന്നോട്ട് പോവാണ്. ഇടയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോകാം. അപ്പോൾ എന്തായാലും കണ്ടിന്യൂ ചെയ്യാം അല്ലേ നമുക്ക്. ഈ സ്ട്രോബെറി പിക്ക് ചെയ്യുമ്പം അധികം സൈസ് ഉള്ളത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ടേസ്റ്റ് എപ്പോഴും ഒരു മീഡിയം സൈസിലാണ്. തീരെ ചെറുതാണെങ്കിലും പുളിയായിരിക്കും, ഒത്തിരി വലുതാണെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു വെള്ളച്ചോ വരും. എപ്പോഴും നമുക്കൊരു മീഡിയം സൈസിൽ പിക്ക് ചെയ്യുന്നതാണ് സേഫ്. ഇത് പൊട്ടിച്ചെടുക്കുകയാണ്. ഈ ചെറുതൊക്കെ പഴുത്ത കേട്ടോ, കളറ് പല സൈസിൽ വരുന്നു മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇത് കേട്ടോ, ഇതെല്ലാം നല്ല പഴുത്ത് അടിപൊളിയായിട്ടിരിക്കുന്ന സ്ട്രോബെറിയാണ്. നല്ല കളറല്ലേ.
ഉള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് പുതിയ പൂ വരുന്നുണ്ട്. ഈ പൂ വിരിഞ്ഞിട്ടാണ് ഇതേപോലെ ചെറിയ കായായിട്ട് മാറും. ഇത് കണ്ട ഇങ്ങനെ വരും ചെറിയ കായ. അതിനുശേഷം അത് ഈ സൈസിലേക്ക് മാറും. പിന്നെ അത് വലുപ്പം കൂടും. പിന്നെ ഇത് ഈ വലുപ്പമാവും. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന പോലെ ഇത് പഴുത്ത് പഴമായിട്ട് മാറും. ഇവിടെ സ്ട്രോബെറി നമുക്ക് സ്റ്റോറുകളിലും കിട്ടും. അപ്പോൾ അതിവിടെ ആൾക്കാർ ജോലിക്ക് നിർത്തിയിട്ട് അവർ പറപ്പിക്കുന്ന അതാണ് ഈ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് വില കൂടും. അവർ ഇവിടുന്ന് പറിച്ചിട്ട് ഓരോ സ്റ്റോറിലോട്ടും അവരുടെ ഔട്ട്ലെറ്റിലോട്ടൊക്കെ ഇവിടുന്ന് സ്ട്രോബെറി കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ നോക്കത്താ ദൂരം പാടം മൊത്തം സ്ട്രോബെറിയാണ്. അപ്പോൾ അത് ഓരോ സീസണായിട്ടാണ്. ചിലത് പഴുത്ത് വരുന്നുണ്ട്, ചിലത് പൂത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ ഓരോ ലൈൻ കെട്ടി തിരിച്ചിരിക്കുന്നത്. ഇതാ ഈ ബോക്സ് ഫുള്ളായി. ഞാൻ അടുത്തൊന്ന് കാണിക്കാമേ. എല്ലാം നല്ല ഫ്രഷ് ഉള്ള പഴുത്ത് നിൽക്കുന്ന സ്ട്രോബെറിയാണ്. കേട്ടോ, അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഫുള്ളായി. ഇനിയിപ്പോൾ പറിച്ച് കഴിഞ്ഞാൽ താഴ്പോവും. നമ്മൾ ഇതെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തൊരു ബോക്സ് നമ്മൾ എടുക്കുന്നു. ഈ ബോക്സിലാണ് ഇനിയിപ്പോൾ പറിക്കാൻ പോകുന്നത്. ഇപ്പോൾ 2 ബോക്സ് ഫുള്ളായി കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും. അപ്പം ഞാൻ ഈ വരുന്ന വഴി ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. സെറി ഫാമിൽ 2 അഡ്രസ്സ് ഉണ്ട്. അതായത് 2 സ്ഥലങ്ങളിൽ 2 ലൊക്കേഷനിൽ ഇതിൻ്റെ ഫാമുണ്ട്. അപ്പം മറ്റേ ഫാമിൽ ഞങ്ങൾ പോയിരുന്നു. അവിടെ കുറച്ച് ചെറിയ സ്ട്രോബെറിയാണ്. പിന്നെ അധികം ഇല്ല. അധികം നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിലും സ്ട്രോബെറി കുറവാണ്. അപ്പം ഞാൻ ഈ ലൊക്കേഷന് അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ ഈ ലൊക്കേഷനിൽ വരിക. അപ്പം ഇവിടെ ഉള്ളവർക്ക് ഒന്ന് പറിക്കാൻ ഏറ്റവും ഒത്തിരി ഉണ്ട്. ഇനിയിപ്പോൾ ഒത്തിരി പഴുക്കാനുണ്ട്. ഈ സൈഡിലൊക്കെ കിടപ്പുണ്ട്. അടുത്ത വീക്കെൻഡുകളിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറിക്കാൻ പറ്റും. അപ്പം ഞാൻ അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ബോക്സ് പറിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സ്ട്രോബെറി പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ ഈ 2 ബോക്സ് നിറച്ചും സ്ട്രോബെറി കിട്ടി. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് പോകണം. വീട്ടിൽ ചെന്നിട്ട് ഇത് വെച്ചിട്ട് ജാം ഉണ്ടാക്കണോ സ്മൂത്തി ഉണ്ടാക്കണോ എന്നൊക്കെ നമുക്ക് അവിടെ ചെന്ന് തീരുമാനിക്കാം. അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് ഇനി കുക്കിംഗ് കാഴ്ചകൾ കാണാം. നമ്മളങ്ങനെ സ്ട്രോബെറി ഒക്കെ പറിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പം ഒരു കുക്കിംഗ് പരിപാടിയിലേക്ക് പോവാണ്. അപ്പോൾ ഒരു ജാം ഉണ്ടാക്കണം. ഇതാ ഇവിടെ സ്ട്രോബെറി ഉണ്ട് കേട്ടോ. നമ്മൾ അവിടുന്ന് പറിച്ച 2 ബോക്സാണ്. അപ്പം അതിനകത്ത് ഒരു ബോക്സിൽ കുറച്ച് ഞങ്ങളങ്ങ് കഴിച്ചു. പിന്നെ ഇതാ കുറച്ച് ഇതിലേക്ക് ഇട്ടു. പിന്നെ നമുക്ക് അവിടെ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ജാം ഉണ്ടാക്കണം. പിന്നെ ഒരു സ്മൂത്തി. അങ്ങനെ 1-2 പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇത് കേക്കൊക്കെയാണ് ശരിക്കും സ്ട്രോബെറിയുടെ അടിപൊളി. എനിക്കതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. അറിയാവുന്ന 2 കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ അതൊക്കെ പരീക്ഷിക്കാം. അപ്പോൾ കൂടെ നിൽക്കണം. ആദ്യം നമുക്ക് വേണ്ടത് ഈ സ്ട്രോബെറി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. പിന്നെ അതൊന്ന് കട്ട് ചെയ്യണം, ക്ലീൻ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം വാഷിംഗ് പരിപാടിയിലേക്ക് പോകാം അല്ലേ? കട്ട് ചെയ്ത് സ്ട്രോബെറി ഇതാ ഈ പാത്രത്തിലേക്ക് മാറ്റി. നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രോബെറി, അതേപോലെ തന്നെ ഷുഗർ, പിന്നെ ഒരു ലെമൺ മൊത്തമൊന്നും വേണ്ട. അതിൻ്റെ ഒരു ഹാഫിൽ കുറച്ച് പോർഷൻ മതി, ചെറിയൊരു പുളിരസം കിട്ടാൻ വേണ്ടി, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഇപ്പം എടുത്തു വെച്ചിരിക്കുന്ന ഏകദേശം ഒരു 1.5 കിലോ സ്ട്രോബെറിയാണ്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏകദേശം 1 കിലോ പഞ്ചസാര. അപ്പം ഈ പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം ഈ ഷുഗർ, ഇതിപ്പം ഏകദേശം 1 കിലോ ഷുഗർ ഉണ്ട്. അപ്പം അത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇടുകയാണ്. നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം.
നമുക്ക് ലെമൺ കട്ട് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്തെടുത്ത സ്ട്രോബെറി ഷുഗറും കൂടെ നമ്മളിപ്പം സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. നമ്മൾ കുക്കിങ് ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഇട്ടു. അപ്പോൾ നമുക്ക് കുറച്ച് പാത്രമൊക്കെ പെട്ടെന്ന് ചൂടാവും. അതിനുശേഷം നമ്മൾ ലോയിലേക്ക് മാറ്റും. നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഷുഗറും ഈ സ്ട്രോബെറിയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ പാത്രത്തിൽ ഇതാ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് സ്ട്രോബെറി. നമ്മൾ ഈ പാത്രം എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഈ പാത്രത്തിൻ്റെ പകുതി വരെ മാത്രമേ ആ സ്ട്രോബെറി പഞ്ചസാര മിക്സ് കാണാവൂ. ഇപ്പോൾ ചെറിയ പാത്രത്തിൽ നമ്മൾ നിറച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഈ പത വന്നിട്ട് ഇതിൻ്റെ വെളിയിൽ ഇങ്ങനെ തൂങ്ങിപ്പോവും. അതേപോലെ തന്നെ ഇത് പതഞ്ഞു പൊങ്ങാൻ തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ലോയിലേക്ക് മാറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തിളച്ച് ഇങ്ങനെ പതഞ്ഞ് വെളിയിലേക്ക് പോവും. നന്നായിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എല്ലാ സമയത്തും. ഇത് ഈ കുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഈ ഒരു പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കണം, ഈ ഇളക്കുന്നത്. ഇനി കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ പതയൊക്കെ അങ്ങ് മാറും. നമ്മുടെ ജാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണം. ഇത് ഒത്തിരി കുറുകിയിരിക്കാനും പറ്റില്ല, ഒത്തിരി ഇങ്ങനെ ഒഴുകിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ നമ്മളിത് ഒരു പ്ലേറ്റ് എടുക്കുന്നു. അപ്പോൾ ഇതിലിങ്ങനെ നോക്കി ഞാൻ, പക്ഷേ അപ്പോൾ കുഴപ്പമില്ല, എന്നാലും അതുകൊണ്ടൊന്ന് ഉറപ്പ് വരുത്തണമല്ലോ. അപ്പം നമ്മളിങ്ങനെ പ്ലേറ്റിൽ ഒരു ചെറിയ ഡ്രോപ്പ്, ഇതിപ്പോൾ കൂടിപ്പോയി കേട്ടോ, ഒത്തിരിയായി, എന്നാലും കുഴപ്പമില്ല. ഇതിങ്ങനെ നമ്മളൊന്ന് ഒഴുക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് ഇതിലൊന്നിങ്ങനെ വരയ്ക്കുക. ഇതിങ്ങനെ ചരിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ തിക്കായിട്ട് അവിടെ ഇരിപ്പുണ്ട്, ഇത് ഒഴുകി പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് തണുക്കാൻ വെക്കാം. നമ്മളങ്ങനെ ജാം തണുത്തു, നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നമ്മളിനിയിപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിലോട്ട് ഇതിനെ മാറ്റുകയാണ്. ബോട്ടിലാക്കി ജാം. അപ്പം ഒരു ബോട്ടിലും പിന്നെ ഇത്രയും കൂടെ ജാമുണ്ട്. ഏകദേശം ഇതിന് ഈ ഒരു അര ബോട്ടിൽ കൂടുതലുണ്ട്. നമുക്ക് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ജാം തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബ്രെഡ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഐസ്ക്രീം എടുക്കുകയാണ്. വാനില ഐസ്ക്രീമും ഈ സ്ട്രോബെറി ജാമും കൂടെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാം. കുറച്ച് വാനില ഐസ്ക്രീം എടുത്തു. അപ്പോൾ അതിൻ്റെ പുറത്ത് സ്ട്രോബെറിയുടെ സ്ലൈസൊക്കെ വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേഷനൊക്കെ ഇതുവഴി ആവുമെന്നറിയില്ല. അതിൻ്റെ പുറത്ത് നിന്ന് നീങ്ങി പോവാണ്. അടിപൊളി സ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് സ്ട്രോബെറി ജാം അങ്ങോട്ട് ഇടാം. ഇത് സൂപ്പർ കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല. ഇത് കേട്ടോ, ഞാൻ കാണിക്കാം. അതിനകത്ത് ഇതിങ്ങനെ ഈ ജാം എടുക്കുമ്പം ഈ സ്ട്രോബെറിയുടെ ഇങ്ങനെ ഒരു ബൈറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ആ ഒരു കുരുവും ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു കടി കിട്ടുമല്ലോ. നമ്മൾ ആ സ്ട്രോബെറിയുടെ ആ പീസ് അതിനകത്തുണ്ട്. മൊത്തം ഇങ്ങനെ ബ്ലെൻഡ് ആയിട്ടില്ല. പിന്നെ ഈ വാനില ഐസ്ക്രീം അത് അടിപൊളിയാണല്ലോ. അപ്പോൾ അതും പിന്നെ നമ്മൾ ഈ സ്ട്രോബെറിയുടെ സ്ലൈസ് കൂടെ ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവൻ ഒരു റോയൽ ലുക്കിലേക്ക് അങ്ങ് പോവാണ്. അടിപൊളി. അപ്പോൾ എന്തായാലും പറ്റുമെന്നുണ്ട് സ്ട്രോബെറി മേടിക്കാം. നമ്മൾ സ്വന്തമായിട്ട് ജാം ഉണ്ടാക്കുമ്പോൾ ഇത് അധിക നാളൊന്നും ഇരിക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല. പഴയുള്ള കണ്ടല്ലോ, സ്ട്രോബെറി, പഞ്ചസാര, പിന്നെ കുറച്ചൊരു ലെമൺ, ഇത് മാത്രം വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ആണെങ്കിലും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജാം പോലെയല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കറിയാം കുറേ ആൾക്കാർക്ക് ഈ സീസണിൽ ചെയ്യുന്നതാണ്. അപ്പം ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്യുക, അടിപൊളിയാണ്. ഇനി നമുക്ക് പെട്ടെന്ന് ഒരു സ്മൂത്തിയുടെ, എനിക്ക് സ്ട്രോബെറിയുടെ എല്ലാ എന്താ പറയുക ഡെസേർട്ട്സും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ആ ഫ്ലേവറിൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്മൂത്തിയുടെ അടിക്കാം. എന്നിട്ട് നമ്മുടെ വീഡിയോ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം.
എൻ്റെ മോനെ ഒന്ന് കഴിക്കണം കേട്ടോ. ഇത് പൊളിയല്ലേ, പൊളി. നോക്കിയേ, ആഹാ അടിപൊളി. ഇത് ഉണ്ടാവും. നമ്മൾ സ്ട്രോബെറി ഇട്ടു, അതേപോലെ കുറച്ച് മിൽക്ക്, പിന്നെ ഇതാ നമ്മളൊരു ബനാന ഇതിലേക്ക് ഇടുന്നു, പിന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം. അതിന് നമ്മളിതാ ഈ മിക്സിയിൽ നമ്മളിപ്പോൾ ഇതെല്ലാം കൂടെ അടിച്ച് നമ്മുടെ സ്മൂത്തി ആക്കാൻ പോവാണ്. അപ്പം നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ഡെക്കറേഷൻ ഒക്കെ ചെയ്തു. പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ഞാനിത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലേ, ഇതിന്റെ എന്താ പറയാ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി അടിപൊളിയാന്നുള്ള കാര്യം. അപ്പം എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പൊ സ്ട്രോബെറി പിക്കും ജാമും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ സ്മൂത്തിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച ഒരു ഇടിവെട്ട് കാഴ്ചയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ, സ്റ്റേ സേഫ്.